നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് വൻ തിരിച്ചടിയായിരിക്കും. അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് പെട്രോൾ വില $3 താഴെയും താഴ്ന്ന പലിശ നിരക്കുകൾ, ശക്തമായ ഉപഭോക്തൃ ചെലവിടൽ, സർവകാല റെക്കോർഡ് നിലവാരത്തിൽ തുടരുന്ന ഓഹരി വിപണി എന്നിങ്ങനെ ആശ്വാസകരമായ അവസ്ഥയിലായിരുന്നു അമേരിക്ക. എന്നാൽ സംഘർഷം 6ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെ ആ സാമ്പത്തിക സുരക്ഷാ കവചം അതിവേഗം ഇല്ലാതാകുകയാണ്. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർച്ച് പിന്നിടുമ്പോഴേക്കും ഒരു ഗാലൻ പെട്രോളിന്റെ വില $4 മറികടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ചരക്ക് നീക്കത്തിൽ നിർണായകമായ ഡീസലിന്റെ വില ഫെബ്രുവരി 28 ശേഷം 47% വർദ്ധിച്ച് $5.50 മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ കൃഷിക്കാലത്തെ ഡീസൽ ചെലവ് മാത്രം $4000 മുതൽ $5000 വരെ വർദ്ധിച്ചതോടെ കർഷകരും വെട്ടിലായി. താഴ്ന്ന വരുമാനക്കാരായ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം അത്യാവശ്യമില്ലാത്ത ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിലേക്കും യാത്രാ നിയന്ത്രണങ്ങളിലേക്കും നയിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യൻ യുദ്ധം അമേരിക്കയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സാരം. സമുദ്രം മുഖേനയുള്ള ആഗോള പെട്രോളിയം കടത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കൈവശമാണ്. ലോകത്തിനാവശ്യമായ ഹീലിയത്തിന്റെ 35% വിതരണം ചെയ്തിരുന്ന ഖത്തറിൽ ഉൽപാദനവും വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി 4 ആഴ്ച മുതൽ 8 ആഴ്ച വരെ നീണ്ടു നിന്നാൽ അത് സെമി കണ്ടക്ടർ ഉൽപാദനത്തെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യവസായ മേഖലയെയും തളർത്തുന്നതായി മാറും. അതുപോലെ കാർഷിക രംഗത്ത് ആവശ്യ ഘടകമായ നൈട്രജൻ അധിഷ്ഠിത രാസവളമായ യൂറിയയുടെ ആഗോള വ്യാപാരത്തിന്റെ 38% സംഭാവന ചെയ്യുന്നത് പശ്ചിമേഷ്യയാണ്. ചുരുക്കത്തിൽ ഇന്ധന വിതരണത്തിലെ പ്രതിസന്ധി എന്നതിനേക്കാൾ തന്ത്രപ്രധാന വ്യവസായ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം. പ്രതിസന്ധികൾ എപ്പോൾ വേണമെങ്കിലും നിലപൊക്കാമെങ്കിലും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തുടരാമെങ്കിലും അവയ്ക്ക് ശേഷം വിപണി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുന്നത് അത് വേഗത്തിലല്ല എന്ന വൈധൂര്യമാണ് നിലവിലെ സാഹചര്യം കൂടുതൽ അപകടകരമാക്കുന്നത്. സംഘർഷം അവസാനിച്ചാലും പെട്രോളിയം ഉൽപാദനം സാധാരണ നിലയിലാകാൻ ചുരുങ്ങിയത് 2 മാസമെങ്കിലും വേണ്ടി വന്നേക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. സാങ്കേതികമായി നോക്കിയാൽ എണ്ണക്കിണറുകൾ അടച്ചുപൂട്ടുന്നതിനേക്കാൾ പ്രയാസകരമാണ് ആവിയിൽ നിന്നുള്ള ഉൽപാദനം പുനരാരംഭിക്കുമ്പോൾ നേരിടേണ്ടത്. കൂടാതെ ഗൾഫ് മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ചുരുക്കത്തിൽ ഉൽപാദന ചെലവ് കുറയുമ്പോൾ അതിൻ്റെ ഗുണഫലം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും കമ്പനികൾ വലിയ താമസം വരുത്താറുണ്ട്. അതായത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യങ്ങൾ പഴയപടിയാകില്ല എന്ന് സാരം. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇന്ധനവില കുറയുന്നതിലൂടെ ഈ വർഷം പകുതിയോടെ സാമ്പത്തിക വളർച്ചയുടെ ഗതിവേഗം തിരികെ പിടിച്ചേക്കാം. ആഗോള അമേരിക്കൻ വളർച്ച വെച്ച് നോക്കുമ്പോൾ അതിൽ GDP വളർച്ചാ നിരക്കിന്റെ അനുമാനം 1% താഴ്ന്നിരിക്കുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 2.6% GDP വളർച്ച. അത് അനുമാനമായി ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ 2025 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നികുതി ആനുകൂല്യങ്ങൾ വഴി സമ്പദ്ഘടനയിൽ പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക ഉണർവിനെ നിലവിലെ ഇന്ധന വിലക്കയറ്റം ഒരു നിശ്ചലമാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം 6 മാസമോ അതിലധികമോ നീണ്ടു നിന്നാൽ അമേരിക്കയിലെ കാര്യങ്ങളും വഷളാകും. ഉയർന്നു നിൽക്കുന്ന ഇന്ധനവില, വിതരണ ശൃംഖലയിലെ തടസ്സം, യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള കയറ്റുമതി ആവശ്യകതയിലെ കുറവ് എന്നിവയെല്ലാം ഒത്തുചേരുമ്പോൾ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. 1970-കളിൽ അനുഭവിച്ച വിലക്കയറ്റം തുടരുകയും സാമ്പത്തിക വളർച്ച മുരടിക്കുകയും ചെയ്യുന്ന അവസ്ഥ വീണ്ടും സംഭവിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഒരാശങ്ക പങ്കുവെക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പതനവും അനിവാര്യതയും ആകുന്നു എന്നതാണ്. അതായത് അമേരിക്കയുടെ പതനം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് സാരം.